Hello everyone, Happy New Year. We have entered a new year that is 2025. For the past 1 year, thank you so much for supporting us. ഞങ്ങളുടെ വീഡിയോ കാണുന്നതിലും നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നതിലും ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരുപാട് പേർക്ക് ഡിസൈഡ് സ്കോർ കിട്ടിയെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഇഫ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ kindly subscribe, hit the like button and follow our Gems Abroad. PT യെ കുറിച്ച് ഒരുപാട് കോണ്ടന്റും റിലേറ്റഡ് അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് കീപ് വാച്ചിങ് ഇറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ആസ് യു ഹവ് ഡൺ ദ പാസ്റ്റ് ഇയർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് PT ഫുൾ കോഴ്സിനെ കുറിച്ചാണ്. ഒരുപാട് പേരോട് ആവശ്യപ്പെട്ടു PT റീസെന്റ് നവംബർ അപ്ഡേറ്റ്സ് വെച്ചിട്ട് ഒരു വീഡിയോ ഫുൾ കോഴ്സ് ഒരു ബിഗിനർക്കായാലും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഭയങ്കര ഒരു ഈസി ആയിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ തോട്ട് ഒരു ഫുൾ കോഴ്സ് വീഡിയോ തന്നെ PT ചെയ്യാൻ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. PT as you know is an ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സിംഗിൾ സ്ട്രെച്ച് 2 hour ആണ് എക്സാം വരുന്നത്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി അല്ലെങ്കിൽ മൈഗ്രേഷൻ പേർപ്പസിനാണ് നമ്മളിത് പഠിക്കുന്നത്. IELTS പോലെ തന്നെ സെയിം മോഡ്യൂൾസ് ഒക്കെ സെയിം ആണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ സ്പീക്കിങ്ങിനൊക്കെ ആണെങ്കിൽ ഹ്യൂമൻ നമ്മുടെ ഒരാളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ആൻസർ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല, നമ്മളെല്ലാം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയൊക്കെ നമുക്ക് മാറി കിട്ടും. ഞാൻ കുറേ പേര് ഇപ്പൊ PT പ്രിഫർ ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് സ്പീക്കിംഗിൽ IELTS മാർക്ക് കിട്ടാത്തതുകൊണ്ട് ബിക്കോസ് ഒരു ഹ്യൂമൻ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പേടി, കാരണം ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, റിലാക്സ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കോറിംഗ് ആണ്. റിസൾട്ട് ആയാലും യു വിൽ ഗെറ്റ് വിത്തിൻ 2 to 5 days റിസൾട്ട് വരും. ആൻഡ് ഇതിന്റെ സ്കോർ നോക്കുകയാണെങ്കിൽ ഓവറോൾ 90 ആണ്. സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് എല്ലാം ഇൻഡിവിജ്വൽ 90 ആണ്. സോ 65 ഡിസൈഡ് സ്കോർ ഉണ്ട്. 79 പ്ലസും ഡിസൈഡ് സ്കോർ കിട്ടുന്നവർ ഒരുപാട് പേര് ഉണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ ഡിസൈഡ് സ്കോർ എത്രയാണോ അത് വെച്ചിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ലൈക്ക് ഇറ്റ് മേ ടേക്ക് മന്ത്സ് ഓർ 1 month കൂടെ ചിലർ ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രാക്ടീസ്. യു നീഡ് ടു പ്രാക്ടീസ് വെൽ. ആൻഡ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകണമെന്ന് കുറേ പേരുണ്ട് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് when you go, you should carry your original valid passport. വേറെ ഒന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട, പാസ്പോർട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. എക്സാമിന് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ കിട്ടും, ഒരു കീബോർഡ് കാണും, ഹെഡ്ഫോൺ ആൻഡ് മൈക്ക് ആൻഡ് നോട്ട് പാഡ് ആൻഡ് ഒരു ബുക്കും കൂടി അവർ മാർക്കറും കൂടി തരും ടു ടേക്ക് ഡൗൺ ദ നോട്ട്സ് ഓൾസോ. സോ നമ്മൾ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ബുക്ക് ചെയ്യുവാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ നെയിം ആൻഡ് ദ ഡീറ്റെയിൽസ് ഷുഡ് മാച്ച് വിത്ത് ദി നമ്മൾ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് മാച്ച് ആയി തന്നെ പോകണം. സോ അപ്പൊ കറക്റ്റ് ആയിട്ട് പേരായാലും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ബിക്കോസ് അതിൽ ഒരു നെയിമോ സ്പെല്ലിങ്ങോ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എക്സാം എഴുതാൻ അവർ അലൗ ചെയ്തില്ല. സോ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഹെഡ്ഫോൺ മൈക്കൊക്കെ വെച്ചിട്ട് വേണം സ്പീക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കാൻ. സോ ഇത്രയുമാണ് PT കുറിച്ച്. അറിയാത്തവർക്ക്, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഓഫ് വാട്ട് ഇസ് PT, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളൊരു ജസ്റ്റ് നോട്ട്. വി ഗെറ്റ് ഇൻ ടു ദ ഫുൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അതിൽ ഷോ ചെയ്യും. So to begin with, we have 4 modules in PT: speaking, writing, reading, listening ആണ്. സ്പീക്കിംഗിൽ 5 ക്വസ്റ്റ്യൻ, റൈറ്റിംഗിൽ 2, റീഡിംഗിൽ 5, ലിസണിംഗിൽ 8. ഈ മോഡ്യൂൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ there is a personal introduction section ഉണ്ട്. പേഴ്സണൽ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. പ്രോംപ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഇതിന്റെ സ്കോറിങ്ങോ മാർക്കിങ്ങോ ഒന്നുമില്ല. സോ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമുക്കിത് പ്രിപ്പറേഷൻ ഒന്നും കാര്യമില്ല. നമുക്ക് പ്രോംപ്റ്റ് കാണാം. ഫോർ എക്സാമ്പിൾ, മൈ നെയിം ഇസ് സിൻഡിസ്, ഐ ഹാവ് കംപ്ലീറ്റഡ്. നിങ്ങൾ ഡിഗ്രി എന്താണോ ഓർ യു ആർ വർക്കിംഗ്, ജസ്റ്റ് tell what you're working, അല്ലെങ്കിൽ I'm here to take my PT exam. ഇത്രയും കാര്യം പറഞ്ഞ് പേഴ്സണൽ ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു നിർത്താം. 30-35 സെക്കൻഡ്സ് സമയം കിട്ടത്തുള്ളൂ. ജസ്റ്റ് അത് കഴിയുമ്പോൾ യു ഹാവ് ടു ക്ലിക്ക് നെക്സ്റ്റ്. എക്സാമിന് നെക്സ്റ്റ് ബട്ടൺ ആയിരിക്കും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്പീക്കിംഗില് ഫസ്റ്റ് ക്വസ്റ്റൻ ആയ റീഡ് അലൗഡ് നിങ്ങളുടെ സ്ക്രീനിൽ വരും. റീഡ് അലൗഡ് നമ്മൾ ഫസ്റ്റ് ടാസ്ക് ആണ് സ്പീക്കിംഗിൽ.
മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഗോസ് ടു സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ്. ആൻഡ് PT ഇന്റഗ്രേറ്റഡ് എക്സാം ആണ്, മോഡ്യൂൾസ് തമ്മിൽ കണക്റ്റഡ് ആണ്. പക്ഷെ റീഡ് അലൗഡിന്റെ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് ആണ്. സോ നമ്മൾ ഓർക്കും സ്പീക്കിങ്ങിന്റെ മാർക്ക് സ്പീക്കിങ്ങിലോട് മാത്രമല്ല, സ്പീക്കിങ്ങിൽ ഓരോ ക്വസ്റ്റിന്റെ മാർക്ക് വേറെ മോഡ്യൂൾസിനും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് റീഡ് അലൗഡ് മാത്രം കിട്ടുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് റീഡ് അലൗഡ്? നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയ പാസേജ് നമ്മുടെ സ്ക്രീനിൽ വരും. ഈ കാണുന്ന പാരഗ്രാഫിന് റീഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യേണ്ട, നമുക്ക് 30 അല്ലെങ്കിൽ 35 സെക്കൻഡ് സമയം തരും അവർക്ക് നമുക്ക് ട്രയൽ എടുക്കാൻ. വൺസ് ആ ട്രയൽ കഴിയുമ്പോൾ നമ്മൾ റിഹേഴ്സൽ എടുക്കുക, വായിച്ച് റെഡി ആയിട്ടിരിക്കുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ടൈം തരുന്നത്. സോ സൗണ്ട് എടുത്തിട്ട് വായിച്ച് റെഡി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ടൈം 35 സെക്കൻഡ് റിവേഴ്സ് കൗണ്ട് ഓൺ ടൈം ആയിരിക്കും. ചിലപ്പോൾ 34 കഴിയുമ്പോഴത്തേക്ക് 0 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ബീപ്പ് കേൾക്കും, ടീന്ന്. ആ ബീപ്പ് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഈ മൈക്ക് ഓപ്പൺ ആകുമ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് ദ പാസേജ്. ഓക്കെ, ഐ വിൽ ഷോ യു how the question will be. See, this is how the question will be. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ you can see that സെക്കൻഡ്സ് റൺ ആവും. വൺസ് ആ സെക്കൻഡ്സ് റൺ ആയി കഴിയുമ്പോൾ ടൈം കഴിയുമ്പോഴത്തേക്കും നമുക്ക് 0 സെക്കൻഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുഞ്ഞ് ബീപ്പായിരിക്കും കേൾക്കുന്നത്. അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിഹേഴ്സൽ എടുക്കുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഈറ്റിംഗ് ഡിസോർഡർ ഈറ്റിംഗ് is whether or not a person's symptoms and experiences align with the criteria defined by the American Psychiatric Association. The term disorder eating is a descriptive phrase, not a diagnosis. The most significant difference between an eating disorder and disordered eating is whether or not a person's symptoms and experiences align with the criteria defined by the American Psychiatric Association. The term disordered eating is a descriptive phrase, not a diagnosis. Once you're done, click submit. So, നമ്മളിത് വായിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിതിനെ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ you can see the score. Okay, use your headset and microphone to get the accurate result. അല്ലെങ്കിൽ ചില വേർഡ്സ് അവിടെ രജിസ്റ്റർ ആവില്ല. സോ നമ്മുടെ മാർക്സ് ഏതൊക്കെയാണ് പോകുന്നത്? ടുവേർഡ്സ് യുവർ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ ആൻഡ് കോണ്ടന്റ്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫ്ലൂവൻ്റ് ആയിട്ട് വായിക്കണം. പ്രൊനൗൺസിയേഷൻ ക്ലാരിറ്റി. ഇതുപോലെ ഒരു ഹെഡ്ഫോൺ ആൻഡ് മൈക്കിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തിട്ട് യു ക്യാൻ യൂസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മൈക്ക് എവിടെ വെക്കേണ്ടത്. യു ഹാവ് ടു പ്ലേസ് ദി ഹെഡ്ഫോൺ ഇങ്ങനെ വെച്ചിട്ട് മൈക്ക് യു ഹാവ് ടു കീപ് ലൈക്ക് ഹിയർ. ഒത്തിരി വായുടെ അടുത്തോട്ട് വെക്കരുത്. യു ഹാവ് ടു place your mic just കുറച്ച് അകത്തി വെക്കുക. not to your വായുടെ എവിടെയോ മൂക്കിന്റെ അവിടെയോ അല്ല വെക്കണം. just like place apart from ഒത്തിരി വായുടെ അടുത്തോട്ട് വെക്കരുത്. ഓക്കെ, with this only you can practice so that you can see the accurate result. അല്ലെങ്കിൽ ചില വേർഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് AI രജിസ്റ്റർ ആയില്ലെങ്കിൽ you will not get your കറക്റ്റ് മാർക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബ്ലൂടൂത്ത് ഉള്ള പ്രാക്ടീസ് ചെയ്യാല് ഹെഡ്ഫോൺ ആൻഡ് മൈക്കിൽ പ്രാക്ടീസ് ചെയ്യാവും. ഓക്കെ, സ്പീക്കിങ്ങിലാകെ 3 മാർക്കിംഗ് പാരാമീറ്റേഴ്സ് ആണ്. ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക, ഭയങ്കര സ്പീഡും അല്ല ഭയങ്കര സ്ലോ അല്ല. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ആണ്, ഫേക്ക് ആക്സെന്റ് അല്ല. കോണ്ടന്റ് തന്നേക്കുന്ന പാസേജിന് വായിച്ചാൽ മതി. ദാറ്റ് ഇസ് യുവർ കോണ്ടന്റ്. ഓക്കെ, എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ അത് മാത്രം വായിക്കുക. ഇല്ലാത്ത വേർഡ്സിനെ പറയുകയും ചെയ്യരുത്, ഉള്ള വേർഡ്സിനെ ഒമിറ്റ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ സിംറ്റംസിനുണ്ടെങ്കിൽ സിംറ്റംസ് തന്നെ പറയാം, സിംറ്റം അല്ലാതെ. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ദാറ്റ് വേർഡിന് മാർക്ക് കിട്ടത്തില്ല. സോ ദിസ് ഹൗ ദ റീഡ് അലൗഡ് വിൽ ബി. Next, we'll move on to next question. Tips and tricks while reading. Make sure you pronounce the words ending with yes and ED properly. Keep the good fluency. Don't fumble and hesitate. Read naturally. Okay, these are the tips and tricks. ഡൂസ് ആസ് യു നോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡൂസ് ഉള്ളത്. ഡോൺസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു സ്പീക്ക് ദ ആൻസർ ബിഫോർ 3 സെക്കൻഡ്സ്. നമ്മളിപ്പോൾ റീഡ് അലൗഡ് ചെയ്യുമ്പോൾ നമുക്ക് കേട്ടില്ല, ബീപ്പ് കേട്ട് കഴിയുമ്പോൾ മൈക്ക് അവിടെ ഓപ്പൺ ആകുമ്പോഴത്തേക്കും യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് ദ പാസേജ് ബിഫോർ 3 സെക്കൻഡ്സ്, നോട്ട് ആഫ്റ്റർ 3 സെക്കൻഡ്സ്. 3 സെക്കൻഡ്സ് വരെ നമ്മുടെ മൈക്ക് നമ്മുടെ ശബ്ദത്തിന് വേണ്ടി ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. 3 സെക്കൻഡ്സ് വരെ നമ്മുടെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ എന്തുവാവും, മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, നമ്മുടെ ആൻസർ അവിടെ രജിസ്റ്റർ ആവില്ല. സോ ആ കാര്യങ്ങൾ സ്പീക്കിംഗ് എല്ലാ ക്വസ്റ്റിനും അപ്ലിക്കബിൾ ആണ്. സോ നെക്സ്റ്റ് ഇസ് റിപ്പീറ്റ് ആൻസർ. റിപ്പീറ്റ് ആൻസർ മാർക്ക് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. 10 to 12 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് നമുക്ക് കിട്ടുന്നത്.
ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? നമുക്കൊരു സെന്റൻസ് കേൾക്കുന്ന സെന്റൻസ് നമ്മൾ തിരിച്ചു പറയാം. ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിനാണ് മാർക്ക് പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. യു വിൽ ഗെറ്റ് 3 ടൈപ്സ് ഓഫ് സെന്റൻസ്: ഷോർട്ട്, മീഡിയം, ലെങ്തി. ഷോർട്ട് എന്ന് പറഞ്ഞാൽ 7 to 8 വേർഡ്സ്. 10 എന്ന് പറഞ്ഞാൽ മീഡിയം, 10 വേർഡ്സ് ഉള്ള മീഡിയം എന്ന് പറയും. ലെങ്തി സെന്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ലൈക്ക് ഒരു 10 വേർഡ്സ് 12, 14 വേർഡ്സ് ഒക്കെ ഉള്ള ലെങ്തി. യു വിൽ ഗെറ്റ് ഈ 3 ടൈപ്പ് സെന്റൻസും എക്സാമിന് കിട്ടും. യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഗുഡ് ഫ്ലുവൻസി, speak the way the speaker. What you have to do: practice regularly and use a correct pronunciation. Sound on varan padla. If you're lacking in the listening skill, do listen to the podcast or do listen to an audio. Accents, British accent, Austrian accent, American accent ഒക്കെ നമ്മൾ കേട്ട് ശീലിക്കാം. Okay, and I'll show you the sample one also. Should repeat sentence. I'm just gonna play a sentence. We regret to inform you that your application has not been successful. We regret to inform you that your application has not been successful. Once you're done, click submit. ഇത്രയേ ഉള്ളൂ. This is repeat sentence. കേൾക്കുന്നു, തിരിച്ചു പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ കേട്ട സെന്റൻസ്. We regret to inform you that your application has not been successful. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മൈക്ക് വെച്ചിട്ടില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് വേർഡ്സ് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. സോ യൂസ് എ പ്രോപ്പർ ഹെഡ്സെറ്റ് ഇൻ ദ മൈക്ക്. Okay, this is how you have to do your repeat sentence. Next comes to describe image. Describe image is nothing but നമുക്കൊരു ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാം. ആ ഇമേജ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എനി ഇമേജ്. ഇറ്റ് ക്യാൻ ബി എ പൈ ചാർട്ട്, ടേബിൾ, ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സീനറി ആകാം. എന്ത് വേണമെങ്കിലും തരും. 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് കിട്ടുന്നത്. അതിന്റെ മാർക്ക് പോകുന്നത് സ്പീക്കിങ്ങിലോട്ട് മാത്രമാണ്. നമുക്ക് 25 seconds പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ആ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് യു ഹാവ് ടു സ്പീക്ക് ഫോർ 30 seconds. 30 സെക്കൻഡ്സിൽ നമ്മൾ മിനിമം സംസാരിച്ചിരിക്കണം. യു ഷുഡ് നോട്ട് സ്പീക്ക് ലെസ് ദാൻ 30 seconds. ഇതാണ് സ്ട്രക്ചർ. ആഴ്ചയിലും ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെയിൽ ലെക്ചറിനും November 2024 തൊട്ട് ടെംപ്ലേറ്റ്സ് ബാൻ ചെയ്തു. ഇപ്പൊ നമ്മൾ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടാണ് സംസാരിക്കേണ്ടത്. ആൻഡ് ദിസ് ഇസ് എ സാമ്പിൾ സ്ട്രക്ചർ ആണ്, ഇത് ടെംപ്ലേറ്റ് ഒന്നും അല്ല. ഈ നമ്മൾ തന്നെ ഒരു സാമ്പിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രാഫിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദിസ്. ഇതുപോലെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഇതിപ്പോ ഒരു ബാർ ഗ്രാഫ് അല്ലെ. ഹെഡിങ് എന്താണ്? പോപ്പുലാരിറ്റി ഓഫ് കൾച്ചറൽ ഒബ്സഷൻ ഇൻ സ്കോട്ട്ലൻഡ് 2013. ഐ വിൽ ഷോ യു ഹൗ ടു ഡു. The given image is a bar graph and illustrates the popularity of cultural websites among adults in Scotland. Year is mentioned as 2013. The data shows 60% of adults have not visited, that is none of these, followed by theatre and concert websites, which were the most popular. And the museum and the gallery websites saw the moderate interest, whereas records websites were the least popular. Overall, the image has strong preference for specific types of cultural events. Okay, this is how the answer. ഞാൻ സംസാരിച്ച പോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് ഇത് ടെംപ്ലേറ്റ് അല്ല. ബിക്കോസ് വി ഹാവ് എ ടെംപ്ലേറ്റ് ഡിറ്റക്ടർ. ടെംപ്ലേറ്റ് ആണ്. സീ ദിസ് ആസ് ഒറിജിനൽ കോണ്ടന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? There's a beautiful picture in front of me. I should speak for 40 seconds. Very beautiful, very educative, very informative. Overall, the picture is very informative, educative. Because you should not use those memorized sentences. You have to speak. You have to describe the image. എന്താണ് ടോപ്പിക്, ഗ്രാഫ് ഏത് ഗ്രാഫാന്നും ഗ്രാഫ് എന്താണ് ഹെഡിങ് വായിക്കുക. ആൻഡ് you can just compare. ഇപ്പൊ none of these എത്ര ശതമാനം ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ദി ഹൈയസ്റ്റ്. ലീസ്റ്റ് നോക്കുവാണെങ്കിൽ ഏതാണ്? റിക്കോസ് വെബ്സൈറ്റ്സ് ആണ്. ആൻഡ് ഇത് എത്ര പെർസെന്റേജ് ഷെയർ ചെയ്യുന്നുണ്ട്? ഇത് നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ടും സെയിം പെർസെന്റേജ് ആണ് ഷെയർ ചെയ്യുന്നത്. You can just describe this and you need practice to do this. Don't use the templates. Okay, so next comes your read the lecture. Read the lecture is a fourth question. നമുക്ക് ഒരു ഓഡിയോ ആയിരിക്കും കേൾക്കുന്നത്. ഓഡിയോ കേട്ടിട്ട് നമ്മൾ അവിടെ ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ കീവേഡ്സ് എഴുതും.
കീവേഡ്സ് എഴുതിയിട്ട് നമ്മൾ ഓർഡർ തീർന്നു കഴിയുമ്പോൾ വിത്ത് ദ കീവേഡ്സ് നമ്മൾ വിൽ സ്റ്റാർട്ട് റീടെല്ലിംഗ്. നമ്മൾ ആ ലെക്ചർ എന്താണോ നമ്മൾ ഫുള്ള് സ്റ്റാർട്ടിങ് തൊട്ടല്ല എഴുതുന്നത്, നമ്മൾ ഫ്രേസസ് മാത്രം നോട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ എന്ന് പറയാനില്ല, നമ്മൾ പറയുന്നത് സ്പീക്കർ ടോക്ക് അല്ലെങ്കിൽ ഓഡിയോ വാസ് അബൌട്ട് ദ ലെക്ചർ വാസ് അബൌട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഫസ്റ്റ്ലി നെക്സ്റ്റ് ഫർദർ മോർ ഇങ്ങനെ കണക്ടേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഫ്രേസസ് ആഡ് ചെയ്താണ് സംസാരിക്കേണ്ടത്. ഇവിടെയും ടെംപ്ലേറ്റ്സ് പറ്റില്ല. നേരത്തെ നമുക്ക് പറയുമായിരുന്നു ഓവറോൾ ലെക്ചർ വാസ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് എന്നൊക്കെ പറയും, അതുപോലത്തെ സെന്റൻസ് ഒന്നും പാടില്ല. ജസ്റ്റ് ലെക്ചർ നമുക്ക് കേൾക്കുന്ന സമയത്ത് എക്സാമിനായാലും നമുക്കൊരു നോട്ട് പാഡ് മാർക്കർ തരും, അവിടെ ഫ്രേസസ് ആണ്, ഓരോരോ വേർഡ് എല്ലാം എഴുതി പറയേണ്ട ഫ്രേസസ് ഒരു 3-4, അതായത് ഓഡിയോ കേൾക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഒരു 3-4 വേർഡ്സ് എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു 7 to 8 ഫ്രേസസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 35 സെക്കൻഡ് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഡിസ്ക്രൈബ് ഇമേജ് ആയാലും റീറ്റെയിൽ ലെക്ചർ ആയാലും നമ്മൾ 30 സെക്കൻഡ്സും താഴെയല്ല സംസാരിക്കേണ്ടത്, അതിൽ കൂടുതൽ സംസാരിക്കണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് എഴുതും. അത് കഴിയുമ്പോൾ നമുക്ക് 10 സെക്കൻഡ്സ് സമയം കാണും. അത് കഴിയുമ്പോൾ മൈക്ക് ഓപ്പൺ യു ഹാവ് ടു സ്റ്റാർട്ട്. എന്താണ് ലെക്ചർ നമ്മൾ ഫ്രേസസ് കഴിഞ്ഞ് അത് നമ്മൾ തിരിച്ചു പറയണം. 1 or 2 questions. Sometimes there will be image the read lecture also. നമുക്കൊരു ഇമേജ് കൂടി റീഡ് ലെക്ചറിൽ കയറും. ഇത് നമ്മുടെ സാമ്പിൾ സ്ട്രക്ചർ ആണ്, ഇറ്റ്സ് നോട്ട് എ ടെംപ്ലേറ്റ്. ഇതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ സ്ട്രക്ചർ ചെയ്ത് വെക്കേണ്ടത്. സോ ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വിത്ത് ഫ്രേസസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ഐ വിൽ ഷോ യു. ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്. ഷോ എത്ര സംസാരിച്ചിട്ടുണ്ടെന്ന് ഷോ. In this lecture, the speaker provided summary information about sensation of fullness, food, and mouth. There are many aspects of it which were highlighted with muscular walls to stretch. The first point which was mentioned by the speaker was brainstem and hypothalamus. Another point which was highlighted by the speaker were gut and bloodstream. Finally, over 20 gastrointestinal hormones were involved. In conclusion, the speaker highlighted the information about response, upper bowel to food, and cells stopped eating. So with the phrases, we'll be speaking it. Okay, this is how you have to read the lecture. Write down the phrases from the audio, then you can start like നമ്മൾ പറയുമ്പോൾ മെയിൻറ്റെയിൻ ദ ഫ്ലുവൻസി, പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ ആൻഡ് കോണ്ടന്റ് വിൽ ബി ദെയർ. നമ്മളിപ്പോൾ ഓരോ വേർഡ് ആയിട്ടുള്ള ദിസ് അബൌട്ട് ഡൈജസ്റ്റീവ്, അബൌട്ട് ബ്രെയിൻ സ്റ്റെം, അങ്ങനെ ഓരോന്നായിട്ടില്ല നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു സ്ട്രക്ചറിന്റെ കൂടെ ഒരു വേർഡ് ആയിട്ടില്ല പറയുന്നത്, ഫ്രേസസ് ആയിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഒരു ഇമേജ് കൂടി കാണും ചിലപ്പോൾ എക്സാമിന്. സോ ദാറ്റ് ഈസ് ഓൾസോ റീഡ് ദ ലെക്ചർ. 1 or 2 questions will be asked. Next comes your answer to a question. Answer to a question is like the least important ആണ്. നിങ്ങൾക്ക് 5 to 6 questions ആണ് എക്സാമിന് വരുന്നത്. റീഡ് ലെക്ചറിനെ പോലെ തന്നെ ഇതിന് മാർക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിനാണ് പോകുന്നത്. സോ 5-6 ക്വസ്റ്റ്യൻ വരും. ഇറ്റ് ഇസ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കേൾക്കും, ആ ക്വസ്റ്റ്യൻ നമ്മൾ 1 വേർഡിൽ ആൻസർ പറയണം. ജനറൽ നോളജോ ടെക്നിക്കൽ ബേസ്ഡോ എന്ത് വേണമെങ്കിലും ആകാം. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ വിച്ച് മന്ത്സ് കം ഇൻ ബിറ്റ്വീൻ ഡിസംബർ ആൻഡ് ജാനുവരി. ഡിസംബർ ആൻഡ് ഫെബ്രുവരിയിൽ വരുന്നത് ഏതാ? ജാനുവരി. would most people spend a great amount of eating ആണോ, ഡ്രിങ്കിങ് ആണോ, സ്ലീപ്പിംഗ് ആണോ? സ്ലീപ്പിംഗ്. സോ നമ്മൾ ആ കേൾക്കുന്ന ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. 3 seconds മുന്നേ പറയണം. അഥവാ ഇപ്പോൾ ഏതൊരു ക്വസ്റ്റൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ പോലും ജസ്റ്റ് റിപ്പീറ്റ് വേർഡ് ഫ്രം ദ ക്വസ്റ്റൻ ഇറ്റ്സെൽഫ്. ഡോണ്ട് കീപ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒന്നും വിട്ടിട്ട് വരരുത്. ജസ്റ്റ് ആൻസർ സംതിങ്. നമുക്ക് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ആ ക്വസ്റ്റിൽ ഒരു വേർഡ് കിട്ടും, അതേലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ I'll show the answer to the question also. What do we call the list of steps that tell you how to put something together? List of steps എന്താ പറയുന്നേ? Instructions. So answer പറഞ്ഞിട്ടുണ്ട്. Okay, what we call a list of steps that tell you how to put something together. The answer is instructions. Instructions പറയാം, ഇൻസ്ട്രക്ഷൻ പറയാം, മാനുവൽ. ഇതിൽ ഏത് പറഞ്ഞാലും നമുക്ക് അതിന് ഒരു മാർക്ക് കിട്ടും. ഓക്കെ,
പറഞ്ഞാൽ 1 മാർക്ക്, പറഞ്ഞില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. സോ ഇതാണ് സ്പീക്കിംഗിലെ 5 ക്വസ്റ്റ്യൻ. റീഡ് അലൗഡിന്റെ മാർക്ക് റീഡിങ്ങിനും സ്പീക്കിങ്ങിന് പോകുന്നുണ്ട്. ദിസ് ഇസ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഇത് സ്പീക്കിങ്ങിന് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇത് മാർക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, ഇതും സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഇത് രണ്ടിനും ടെംപ്ലേറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ തന്നേക്കുന്ന ഗ്രാഫിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസസ് നോട്ട് ഡൗൺ ചെയ്യാം. സോ നെക്സ്റ്റ് കംസ് റൈറ്റിംഗ് സെക്ഷൻ. റൈറ്റിംഗിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നിങ്ങൾ ഇത് കണ്ടു കാണും. ദ ഫസ്റ്റ് ഇസ് സമ്മറൈസ്ഡ് ഇൻഡെക്സ്, സെക്കൻഡ് ഇസ് യുവർ എസ്സേ. സമ്മറൈസ്ഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമുക്കൊരു പാരഗ്രാഫ് എസ്സേ എഴുതുക. നമുക്കൊരു പാരഗ്രാഫ് കാണും. ആ പാരഗ്രാഫിനെ നമ്മൾ സമ്മറി ആയിട്ട് എഴുതണം. അതും 75 വേർഡ്സേ പാടുള്ളൂ, അതിന്റെ മേളിൽ പറ്റത്തില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരുന്ന ടൈം 10 മിനിറ്റ് ആണ്. ആ 10 മിനിറ്റ് ആ ക്വസ്റ്റിന് മാത്രമാണ്. അപ്പോൾ 1 or 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാമിന് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മിനിറ്റ്, 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 മിനിറ്റ്. ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ സമ്മറി എഴുതണം. 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ടൈപ്പ് ചെയ്യാൻ നിൽക്കല്ലേ. ഒരു മിനിറ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ഒരു 7 മിനിറ്റ് ടൈപ്പ് ചെയ്യുക, പിന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. ബിക്കോസ് ഇതിന്റെ മാർക്കൊക്കെ പോകുന്നത് സ്പെല്ലിങ്ങിന്, ഗ്രാമറിന്, കോണ്ടന്റ് എല്ലാം പോകുന്നുണ്ട്. സ്പെല്ലിങ്ങും ഗ്രാമർ മിസ്റ്റേക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സിംഗിൾ സെന്റൻസ് ആണ് നമ്മൾ സമ്മറി ചെയ്യേണ്ടത്. അതെന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റിൽ മാത്രമേ ഫുൾ സ്റ്റോപ്പ് പാടുള്ളൂ. ഫസ്റ്റ് സെന്ററിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും യൂസ് ചെയ്ത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫുൾ സ്റ്റോപ്സ് പറ്റില്ല. സോ നമുക്ക് പാരഗ്രാഫിൽ തന്നെ 2-3 സെന്റൻസ് എടുക്കാം. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ടേഴ്സ് വെച്ച്, അതായത് ഒരു സെന്റൻസ് നമ്മൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു. ഇപ്പം ഈ ഒരു ഇതാണ് അപ്പൊ നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് എത്ര 10 മിനിറ്റ് ആണ് സമയം, ഇവിടെ ടൈം റൺ ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ തന്നെ നമുക്ക് യു കെൻ ജസ്റ്റ് പിക്കപ്പ് എ സെന്റൻസ്. ഇവിടെ നിന്നിട്ട് നമ്മളിപ്പോ ഈ ഒരു സെന്റൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് അങ്ങനെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിടും. എന്നിട്ട് ഈ ഓഡിയൻസിന്റെ അടുത്ത് എന്താ ഉള്ളത്, ഫുൾ സ്റ്റോപ്പ് ഇടരുത്, നമ്മളൊരു കോമ ഇടണം. എന്നിട്ട് നമുക്ക് കണ്ടന്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു സ്പേസ് വിട്ടിട്ട് വേണം അതിന്റെ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, and type ചെയ്തിട്ട് you can choose the next. And എന്താ, entertaining content can form strong അല്ലെങ്കിൽ അടുത്തത് തന്നെ. And this creates an environment of attention scarcity. നമുക്ക് you can choose this one also. പിന്നെ ഈ സെന്റൻസ് ആണ്, ഇതിപ്പോ ആദ്യത്തെ സെന്റൻസ്, ഇത് രണ്ടാമത്തെ സെന്റൻസ് എന്ന് വെച്ചോ. സോ ആ വേർഡ് കഴിയുമ്പോൾ തന്നെ കോമ ഇടണം. ചിലരുടെ കോമ വേർഡൊക്കെ കഴിഞ്ഞിട്ട് സ്പേസ് വിട്ട് അല്ല, ഒരു വേർഡ് ഇവിടെ ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് തന്നെ തൊട്ടടുത്തിന് കോമ ഇടണം, സ്പേസ് വിട്ടിട്ട് ആൻഡ്. അടുത്ത സെന്റൻസ്, ഇത് സെക്കൻഡ് സെന്റൻസ് കഴിയുമ്പോഴും പിന്നെ കോമ. പിന്നെ നമുക്ക് ഒരു ഇറ്റ് ക്യാൻ ഹാവ്, ഇതൊരു ഇങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ് ബട്ട്. സ്പേസ് വിട്ടിട്ട് ബട്ട് ഇട്ടിട്ട് അടുത്ത സെന്റൻസ്, തേർഡ് സെന്റൻസ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുക. പിന്നെ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇത് ഫസ്റ്റ് സെന്റൻസ് എടുക്കുക, കോമ, സ്പേസ് വിട്ടിട്ട് ആൻഡ് ഇടുക. അടുത്ത സെന്റൻസ് എടുക്കുക, ആൻഡ് ആഡ് ചെയ്യുക. Then again you can add the second sentence, then put a comma, you can add but. എന്നിട്ട് ഈ ഐ ഇറ്റൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബട്ട് കഴിഞ്ഞിട്ട് ഇറ്റൊക്കെ ആകും ഐ ക്യാപിറ്റൽ ആകും, സ്മോൾ ലെറ്റർ ഐ ക്യാപിറ്റൽ ലെറ്റർ ഇടല്ലേ. അതേപോലെ ആൻഡ് ദിസ് എന്നൊക്കെ ആകുമ്പോൾ ടി സ്മോൾ ആണ്. ഓക്കെ, ദിസ് സ്മോൾ ടി ആണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. ചെറിയ മിസ്റ്റേക്സുമായി നമുക്ക് മാർക്ക് പോവാൻ. സോ you can just choose the sentences from here and you can, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യാം, പക്ഷെ ഫുൾ സ്റ്റോപ്സ് ലാസ്റ്റിൽ മാത്രമേ പാടുള്ളൂ. ഓക്കെ, this is how you have to do your summarized index. ഒരു ക്വസ്റ്റിന് അപ്രോക്സിമേറ്റ് വരുന്ന മാർക്ക് 7 മാർക്സ് ആണ്. 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടും. സോ നെക്സ്റ്റ് കംസ് യുവർ എസ്സേ. എസ്സേ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത്. 20 മിനിറ്റ്സ് ആണ് ഒരു എസ്സേക്ക് വരുന്ന സമയം. എത്ര വേർഡ്സ് എഴുതണം, 200 to 300 വേർഡ്സ്. സമ്മറൈസ്ഡ് ഇൻഡെക്സിന് എത്ര വേർഡ്സ്, 75 വേർഡ്സേ എഴുതാൻ പാടുള്ളൂ. അതേപോലെ ഇതിനും 200 to 300. ഇപ്പൊ നമ്മൾ അലൊക്കേറ്റ് ചെയ്യുക. ഇപ്പൊ 20 മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു എസ്സേ കാണുമ്പോൾ 20 മിനിറ്റ് എടുത്ത് ടൈപ്പ് ചെയ്യരുത്, ടൈം സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഒരു 1 or 2 മിനിറ്റ്സ് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. ദെൻ ടൈപ്പ് ഫോർ 15 മിനിറ്റ്സ് നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്യുക. ബാക്കി വരുന്ന സമയം നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, ആൻഡ് ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ടാണോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, പ്രപ്പോസിഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യണം.
Okay, if for example ഇതാണ് topic, if I could change one important thing, one important what would you change? ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ this is a way you have to write your essay. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ you can use this one. ഒരേ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഇറ്റ് വിൽ ബി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. സോ അതേക്കുറിച്ചാണ് നമ്മൾ പാരഗ്രാഫ്സിൽ എഴുതുന്നത്. See here, this gonna be a first paragraph, introduction ഇതാണ്. Again, second paragraph, this one. Again, third paragraph. നമുക്ക് എന്തൊക്കെയാണ് സ്ട്രക്ചർ? ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, then your conclusion. 4 പാരഗ്രാഫ്സ് എഴുതാം. If you need, you can add body paragraph 3 also. It's not that necessary അല്ല. നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ you can add, or you can add just like 2 paragraphs. ബോഡി പാരഗ്രാഫ്സ് 2 എണ്ണം മതി. And your conclusion. So introduction എങ്ങനെ എഴുതണ്ട? I'll say. Start with the general statement. Paraphrase the essay question. Then clearly state your opinion. ഇത് മാത്രമേ കാണാവുള്ളൂ ഇൻട്രഡക്ഷനിൽ. നോട്ട് മോർ ദൻ ലൈക്ക് 50 വേർഡ്സ് നമ്മൾ എഴുതണ്ട. ഇൻട്രഡക്ഷൻ ഇത്രയും മതി. പിന്നെ ബോഡി പാരഗ്രാഫ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ റീസൺ, ഐഡിയ, ഒപ്പീനിയൻ ചോദിച്ചാൽ അത് എന്താണ്? റീസ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഫസ്റ്റ്. അടുത്തത് give the supporting details. Then conclude the body paragraph. Same for body paragraph 2. Conclusion is like overall summary of what you have written. Introduction, your body paragraphs, that will be your conclusion. Don't add any extra points on your conclusion. Summarizing, അത്രേ ഉള്ളൂ. Key points summarize ചെയ്യുക. അത്രയും നമ്മൾ അവിടെ ചെയ്താൽ മതി. Okay? It's a essay. I'll show you the question. So ഇതുപോലെ ഒരു ടോപ്പിക് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഈ കട്ട് കോപ്പി പേസ്റ്റ് ഒന്നും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും എസ്സേയിലൊന്നും വർക്ക് ആവില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. വേർഡ് കൗണ്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനായാലും എസ്സേക്കായാലും നമ്മളിവിടെ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് കൗണ്ടഡ് ആണ്. ഓക്കെ, ഇതിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കുവാണെങ്കിൽ ഇത്ര എനേബിളിംഗ് സ്കിൽ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഗ്രാമർ, വൊക്കാബുലറി, കോണ്ടന്റ്, ഫോം, റിട്ടൺ ഡിസ്കോഴ്സ്, ലിംഗ്വിസ്റ്റിക്സ്. So don't try to write in one paragraph. Divide at least into 3 paragraphs. Don't exceed the word limits. Okay, 300 വേർഡ് എഴുതരുത്. 380 വേർഡ്സ് ഒക്കെ എഴുതി വെച്ചാൽ യു വിൽ ബി പെനലൈസ്ഡ്. 200 to 300 ആണ്. എനേബിളിംഗ് സ്കിൽ നോക്കിക്കേ, ഗ്രാമറിന്റെ മാർക്ക് ഉണ്ട്. വൊക്കാബുലറി ഒരേപോലത്തെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാതെ ഡിഫറെന്റ് വേർഡ്സ്. അഗെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എഴുതണം. ഫോം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ്. റിട്ടേൺ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയേക്കുന്ന സ്ട്രക്ചർ 4 ഡിഫറെന്റ് പാരഗ്രാഫ്സ് ആണ്. ഒരേ നില എഴുതേണ്ട 4 ഡിഫറെന്റ് പാരഗ്രാഫ്സ്. Then your linguistic. Try to write the sentence using the simple, compound and the complex sentences. So this is about your writing section. രണ്ട് question ഉള്ളൂ. Okay, next comes your reading section. Reading വരുവാണെങ്കിൽ നമുക്ക് 5 question ആണ് ഉള്ളത്. 5 ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ ടൈം ആണ്. അപ്പൊ സ്പീക്കിംഗ് നിങ്ങൾക്ക് ടൈം അറിയാം, റൈറ്റിംഗിന് ഇൻഡിവിജ്വൽ ടൈം. പക്ഷെ റീഡിംഗ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോട്ടൽ ടൈം ആണ് തരുന്നത്. ഒരു 25 to 30 minutes ആയിരിക്കും വരുന്നത്. ആ ടൈമിനുള്ളിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ, reorder paragraphs, reading fill the blanks, and multiple choice single answer. So ഈ reading and writing ന് 5 ക്വസ്റ്റ്യൻ എക്സാമിന് കാണും. ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ ഇമ്പോർട്ടന്റ് അല്ല. സോ സ്പെൻഡ് നോട്ട് മോർ ദൻ 30 seconds. അങ്ങനെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് അവിടെ പോകും. റീഓർഡർ പാരഗ്രാഫ്സ് 1.5 മിനിറ്റ് കൂടുതൽ എടുക്കേണ്ട, 2-3 ക്വസ്റ്റ്യൻ തരും. അതേപോലെ റീഡിംഗ് ഫിൽ ദ ബ്ലാങ്ക്സിന് യു കൻ ടേക്ക് 2 minutes or 2.5 minutes, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈം. ഇനി ബാക്കി എത്ര സമയമുണ്ടോ, ഇവിടെ 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത്. അതേപോലെ ബാക്കി വരുന്ന 1-2 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിന് സ്പെൻഡ് ചെയ്യാം. അതുപോലെ സിംഗിൾ ആൻസർ ഡോണ്ട് സ്പെൻഡ് മോർ ദൻ 30 seconds സ്പെൻഡ് ചെയ്യുക. സോ ഡിവൈഡ്, ഇങ്ങനെയാണ് ടൈം നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കേണ്ടത്. സോ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതിന്റെ മാർക്ക് പോകുന്നത് ടുവേർഡ്സ് യുവർ റീഡിംഗ് ആൻഡ് ഓൾസോ ടു യുവർ റൈറ്റിംഗ് ഓൾസോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. സോ ഇത് എന്താണ് ചെയ്യേണ്ടത്? റീഡ് ദ ടെക്സ്റ്റ്. Try to eliminate the options based on the grammar ഒക്കെ അറിയാമെങ്കിൽ eliminate ചെയ്യുക. And guess the word ഏതായിരിക്കും. പിന്നെ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, സെന്റൻസസ് റീഡ് ചെയ്യുക. അതിൽക്കുന്ന ബെസ്റ്റ് ആൻസർ ഏതാണോ വരുന്നത് ആ റിലേറ്റഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ സെന്റൻസ് റിലേറ്റഡ് ടോപ്പിക് റിലേറ്റഡ് ഏത് വേർഡ് ആയിരിക്കും വരുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ഐ വിൽ ഷോ യു. So reading and writing fill the blanks ഇങ്ങനെ ആയിരിക്കും. See,
The heart functions as a pump at the center of the circulatory system, and humerus is located in the chest cavity between the lungs, a bit to the left. The heart consists of 4 chambers surrounded by a very strong muscular wall, the myocardium. The upper chambers, right and left arteria, dash in the blood entering. അകത്തോട്ട് വരുവാണ്. So what happens? It receives. When something is entering, what happens? It receives. The രണ്ട് system, two system work as dash follows. One, not two systems. Blood from the body enters the right dash, is passed into the right ventricle, and from there is propelled. And then absorbs oxygen and is then back to the heart. Discharge is not back. Transport, dissolved എന്ന് അലിഞ്ഞു പോകുന്ന മൾട്ടിപ്ലൈ ഇരട്ടിയാവുന്ന transported back. So we have done within 1 minute ഉള്ളിൽ തന്നെ നമ്മൾ ടെക്സ്റ്റ് വായിക്കുക, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, then choose answer accordingly. വരാത്തതിനെ എലിമിനേറ്റ് ചെയ്യുക. ഇപ്പൊ ഇതിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഡിസോൾവ്ഡ് ബാക്ക് ഒന്നും നമ്മൾ പറയില്ല. സോ എലിമിനേറ്റ് ദാറ്റ്. മൾട്ടിപ്ലൈഡ് ബാക്കും പറയില്ല. എലിമിനേറ്റ് ദാറ്റ്. ബാക്കി വരുന്നതിനെ വെച്ച് നമ്മൾ യു ക്യാൻ ചൂസ് ദി ആൻസർ. And there will be a clue like this one. So നമ്മൾ നോക്കണം. It is located. It is. Okay. Choose the answer correctly. Then we have solved 1 minute കൊണ്ട് തന്നെ. Just read the passage and that's all. Next comes your മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ. ഇതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കാണും, ക്വസ്റ്റ്യൻ കാണും, ഓപ്ഷൻസ് കാണും. മൾട്ടിപ്പിൾ ആൻസർ ആയതുകൊണ്ട് മോർ ദൻ വൺ ആൻസർ ആണ്, ആൻഡ് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ സൂക്ഷിച്ച് വേണം. ഒരു ആൻസറെ നിങ്ങൾക്ക് അറിയത്തുള്ളെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് വൺ ആൻസർ, ജസ്റ്റ് മൂവ് ഓൺ. ഇല്ല എനിക്ക് രണ്ടും അറിയാം, ഇതിലിപ്പം 4 ഓപ്ഷൻ, ചിലപ്പോൾ 2 ആൻസർ ശരി, രണ്ടും അറിയാമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക്. ഇല്ല ഒന്നേ അറിയത്തുള്ളെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ 30 seconds. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സി ദിസ് ആൻഡ് ദിസ് ആർ റൈറ്റ്, ഹാവ് ക്ലിക്ക്. പക്ഷെ 30 seconds കൂടുതൽ എടുക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്വസ്റ്റ്യൻ, ഇത് ഫുള്ള് വായിക്കാനുള്ള സമയം കളയാം. ക്വസ്റ്റ്യൻ എടുക്കുക, ഇതിൽ നിന്ന് കീവേഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് അത് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. 30 seconds മേളിൽ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം, ബിക്കോസ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഓരോ പാരഗ്രാഫ്സ് ഇസ് ലൈക്ക് നമുക്ക് സെന്റൻസസ് ജംബിൾ ആയിരിക്കും, നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇൻ ഫാക്ട് ദിസ് വെച്ച് സ്റ്റാർട്ട് നമ്മൾ പറയുമോ? സ്റ്റാർട്ട് ചെയ്യും എപ്പോഴും നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇല്ല. ഐ നോ യു വോണ്ട് ഹിയർ ദിസ്, യു, ഐ, ഓക്കെ, ആൻഡ് ഇൻ മെനി വി ഡോണ്ട് സ്റ്റാർട്ട്. സോ ദാറ്റ് നൗ, okay, there's a question here. Okay, so when it comes like this, the question comes from then your answer. So now they've completed. What do you do? What do you? ഇതാ നമ്മൾ നോക്കിക്കോണേ, ഇതിന്റെ അവസാനം സെന്റൻസിന്റെ അവസാനം ആയിരിക്കും അടുത്ത സെന്റൻസിന്റെ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നത്. Okay, the object becomes the subject of the next sentence. I know. So what you have to do, but your work is still far from done, very far. In fact, this may be more difficult. So what you have to do, you have to develop a good, effective, concise, and many rest. So there's a flow, it should be there. Okay, there's a question, there's an answer. So very far. So this final stage is one of the most difficult. What you have to do, you have to develop effective and concise in an art form itself. So even in the research projects, നമ്മൾ multiple, അത് നമ്മൾ ഒരു പ്രോജക്റ്റിൽ തുടങ്ങി നമ്മൾ തീരുന്നതാണ് മൾട്ടിപ്പിൾ പ്രോജക്ട്സിലാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. On the answer, right? I don't spend more than 1.5 minutes is more than enough to solve that question. If not, കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ. ആ സമയത്തുള്ളിൽ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക. 2 to 3 questions ആണ് എക്സാമിന് കിട്ടുന്നത്. പക്ഷെ ടൈം ലിമിറ്റ് നോക്കിക്കാം, ബിക്കോസ് റീഡിങ്ങിൽ വരുമ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിങ്ങും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ സമയം കൊടുക്കാൻ സ്ഥലം. സോ വാട്ട് ഈസ് റീഡിങ് ഫിലമെന്റ്സ്? നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് കാണും. അവിടെ നമുക്ക് അവിടെ തന്നെയായിരുന്നു ഓപ്ഷൻസ്, പക്ഷെ ഇവിടെ താഴെയായിരുന്നു. നമ്മളിവിടെ എന്താണ് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ദ സൺ ഹീറ്റ്സ് എർത്ത് മോസ്റ്റ് ഡയറക്ട്ലി ദ ഇക്വേറ്റർ. ദീസ് എന്താണ് ഫോർമേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് റിവർ. ദീസ് വാം, കോൾഡ്, ഹോട്ട് ഇതിനെല്ലാം റെപ്രസെന്റ് ടെമ്പറേച്ചേഴ്സ്. ഇത് എന്താ കോസ് ചെയ്ത് വാട്ടർ ടു എവോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും, പിന്നെ റൈസ് ചെയ്യും. വാട്ടർ വേപ്പർ പുൾഡ് അവേ, forming that can dash to other regions, where a regions lotus, so that can transport. ഇതിന് പറയുന്ന പേരാണ് drag and drop fill the blanks.
ഇപ്പൊ നമുക്ക് 3 ഓപ്ഷൻസേ ഉള്ളെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഓപ്ഷൻസ് കൺഫ്യൂസ് ചെയ്യാൻ തരുന്നുണ്ട്. ആ പാരഗ്രാഫ് കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക. കൺഫ്യൂസ് ചെയ്യാൻ വേറെയും കാണും. നമ്മൾ ഇത് കോണ്ടെക്സ്റ്റ് വായിച്ചിട്ട് ലെറ്റ് ഫിനിഷ് ഇതുപോലെ നമുക്ക് ബാക്കി എത്ര സമയമുണ്ടോ അത് വെച്ചിട്ട് 3 to 4 questions you will get in your exam. Okay, I'll just show you. Multiple answer negative. Okay. Reorder paragraphs. Reorder paragraph strategy. You have to identify the first sentence using the identifiers. Following sentences. Be mindful of the references and links. Finish 1.5 minutes to failure. If you cannot find the first sentence, with finding it and പെയറിംഗിനാണ് മാർക്ക്. നിങ്ങൾ കണ്ടല്ലോ, പെയറിംഗിനാണ് മാർക്ക്. സോ ആ കറക്റ്റ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, അടുത്ത പെയർ കറക്റ്റ് ആണെങ്കിൽ വിൽ ഗെറ്റ് അനദർ മാർക്ക്. സോ കറക്റ്റ് പെയറിംഗിന് പോകണം. ഓക്കെ, ഈ ടാസ്കിന് പറയാൻ വന്നത് സ്ട്രാറ്റജി. Read the text and try to understand the context. Try to edit the options based on the grammar. Guess the word which could be there. Look at the options. So, ഇപ്പം ഇതന്നെയാണ് grammatical rules. എന്തൊക്കെയാണ്? If there is a blank, right after an article, there will be a noun. Again, see example also. Gerard had a friend who helped him the type of need. An noun ആണ്. Okay. If there's a blank between the article and the noun, it will always be an adjective. For example, Steve played a great role in the success of his team. Okay. Steve dash played a great role. Adjective ആണ്. ഏതാണ്? ആർട്ടിക്കലിനും നൗണും വരുന്ന ഇടയ്ക്ക് വരുന്നത് adjective ആണ്. If there's a blank right after possessive pronoun, there will all be a noun. We will use his car. So, ഇതാണ് important grammatical rules. Again, these are some other rules. So, next comes the multiple choice questions. Multiple choice questions is like നമുക്ക് ഒരേ ഒരു ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരത്തെ മൾട്ടിപ്പിൾ ആൻസർ പോലെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ആൻസറെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ യുവർ ടൈം. നമുക്ക് എത്ര സമയം, ഇപ്പോൾ 2 മിനിറ്റ് 1 മിനിറ്റ് ഉള്ളെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് വരണം. ബിക്കോസ് 1 or 2 questions you will get in your exam. അപ്പൊ ഇത് റീഡ് ചെയ്യാം. വാട്സ് ഓർത്തം മീൻസ് പാർട്ടിസിപ്പേഷൻസ് എന്തിനാണ്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്, എക്സാമിൻ ചെയ്യാനോ. റിലേഷൻ ബിറ്റ്വീൻ ഇമ്പോർട്ടൻസ് റീഡ്. പ്രോസസ് ഇമോഷൻ, സോൾ. സോ okay, 1 or 2 questions will be asked. 1 will 1. If correct at 1 choose 1 mark. If not, you will get 0 mark. No negative marking is the answer. Okay, so we have done with the reading module also. Okay, reading module total time ആണ്, individual അല്ല. ടൈം വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കംസ് യുവർ ലിസ്ണിംഗ്. ലിസ്ണിംഗിൽ മൊത്തം 8 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കണ്ടു കാണും. മൊത്തം 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഇസ് യുവർ സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ്. സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ കേൾക്കും, റീഡ് ലെക്ചർ പോലെയാണ്. പക്ഷേ ഇവിടെ കേൾക്കുന്ന ഓഡിയോയെ നമ്മൾ തിരിച്ചു പറയണ്ട. ഇവിടെ ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. തന്നിരിക്കുന്ന ആൻസർ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിത് ഓഡിയോ കേൾപ്പിക്കുവാണ്. 10 minutes ആണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം. ഓഡിയോ കൂട്ടിയിട്ടാണ് 10 minutes. ഓക്കെ. The last salmon fillet you had probably never swam freely in the sea. Chances are it was born and raised in a net pen on a fish farm in northern Europe, Chile, or Canada. Aquaculture, raising marine species in environments controlled by humans, brings in a lot of cash, especially for popular delicacies like salmon. And since the United Nations Food and Agriculture Organization predicts that by the year 2040, there will be no more fish in the oceans, aquaculture may be the wave of the future. But environmentalists argue that aquaculture is a major source of pollution. Farmed salmon are raised in small net pens in the ocean to control diseases and parasites. Producers use antibiotics and chemicals which pollute ocean waters. The salmon farming industry is working hard to develop environmentally friendly technologies, such as closed containment systems that would separate the ocean's ecosystem from the polluted waters of salmon farms.
സോ അപ്പൊ ഈ ഓഡിയോയിൽ കേട്ട് നമ്മൾ ഫ്രേസസ് കളക്ട് ചെയ്യുക 7 to 8 ഫ്രേസസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കളക്ട് ചെയ്തത് ഐ ഷോ യു ദ ആൻസർ. സി ദിസ് ഫോർ എക്സാമ്പിൾ ഇതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുതി വെച്ചേക്കുന്നത് ദ ഓഡിയോ വാസ് മെയിൻലി അബൌട്ട് ചേഞ്ചസ് ഇൻ എൻവയൺമെന്റ് ഫിഷ് ഫാമിംഗ്. ഇതാണ് വൈ, ബിക്കോസ് ഇവിടെ വന്നേക്കുന്നത് നമ്മളിവിടെ സ്പേസ് വിടാത്തോണ്ട് ഇതും കൂടി കാണിക്കാൻ വേണ്ടിയാണ്. സി യു ഹാവ് ടു ലീവ് എ സ്പേസ് ആഫ്റ്റർ എ കോമ കഴിയുമ്പോൾ സ്പേസ് വിടണം. ദാറ്റ് ഈസ് വൈ ഇതിലെല്ലാത്തിലും സ്പേസ് വിടാത്തോണ്ടാണ് യു ഹാവ് ടു ലീവ് എ സ്പേസ്. ഓക്കെ, so changes in environment, fish farming, and stated that probably changes are taking place in environment. Moreover, aquaculture organization produces an environment controlled by humans are also discussed in the lecture. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടെംപ്ലേറ്റ്. എന്താണ്? The audio was about. The audio was mainly about. ഇത് ടെംപ്ലേറ്റ്. ഓക്കെ, ബാക്കി ഇത് ഇത്രയും ഫ്രേസസ് ആണ്. പിന്നെ ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് ടെംപ്ലേറ്റ്, പിന്നെ ഇത്രയും വരുന്നത് ഒരു ഫ്രേസ് ആണ് നമ്മൾ ഓഡിയോന്ന് കളക്ട് ചെയ്ത്. അഗൈൻ മോർ ഓവർ ഇസ് എ ടെംപ്ലേറ്റ്. പിന്നെ ഇത്രയും ഫ്രേസസ് നമ്മൾ ഓഡിയോയിൽ കളക്ട് ചെയ്ത ഫ്രേസസ്. ഇത് പിന്നെ ടെംപ്ലേറ്റ് ആർ ഓൾസോ ഡിസ്കസ്. ഇൻ അഡീഷൻ ടു ദിസ് ലെക്ചർ ടോക്ക് അബൌട്ട് ഒന്നുമില്ല, നമ്മൾ മോർ ഓവർ, ഇൻ അഡീഷൻ, ഫർദർ മോർ, അഗൈൻ ഫൈനലി വി ഹാവ് ആഡഡ് ദ ലിങ്കേഴ്സ് to connect the sentences. Then we have written the phrases also like this. Control disease and parasites in the year 2040. Argues about the pollution. You have to collect ഒരു 7 to 8 phrases collect ചെയ്താൽ നമുക്ക് ഇത്രയും സെന്റൻസിന്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് you can write 68 words. The limit of the word is 50 to 70 ആണ്. So that content mark, grammar, spelling, vocabulary and your form. Grammar mistakes ഒന്നും ചെയ്യരുത്. സ്പെല്ലിംഗ്, മേക്ക് ഷുവർ പ്രൂഫ് റീഡ്. വൊക്കാബുലറി ഇസ് ലൈക്ക് ഹൗ യു കളക്ട്, എത്ര കീവേഡ്സ് അക്കാഡമിക് കീവേഡ്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് യുവർ ഫോം ഇസ് ലൈക്ക് നമ്പർ ഓഫ് വേർഡ്സ്. 50 to 70 വേർഡ്സ് ആണ് നമുക്ക് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിന് പറ്റുന്നത്. അതിൽ കൂടുതൽ എഴുതരുത്. എത്ര എഴുതണം? 65 അബോവ് എഴുതിയാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. 65. മേക്ക് ഷുവർ ഡോണ്ട് റൈറ്റ് 50 വേർഡ്സ് ഒക്കെ എഴുതി വെക്കരുത്. യു ആർ റൈറ്റ് മോർ ദാൻ ദാറ്റ്. 1 or 2 questions will be asked in your exam. ഒന്നല്ലെങ്കിൽ രണ്ടായിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. So I'll show you the slide also. First task ആണ് and 10 minutes ആണ് ആ ടൈം. ഓഡിയോ കൂട്ടിയിട്ടാണ് 10 minutes. ഇതിന്റെ മാർക്ക് ഇതിനൊക്കെയാണ് പോകുന്നത്. ലിസ്ണിംഗ് ആൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ്. റോൾ ഓവർ ടൈം ഇല്ല. എന്താന്ന് വെച്ചാൽ 10 minutes മുന്നേ നമ്മൾ തീർത്തെങ്കിൽ ആ ബാക്കി സമയം അടുത്ത ക്വസ്റ്റ്യൻ ക്യാരി ഓൺ ചെയ്യാൻ പറ്റില്ല. ആ 10 minutes അതിന് വേണ്ടിയാണ്. സോ 1 or 2 questions will be asked. Here I just want to tell you, ഇതാണ് നമ്മൾ കണ്ട ടെംപ്ലേറ്റ്. ഞാൻ യൂസ് ചെയ്ത ടെംപ്ലേറ്റ് ഇതാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നോട്ട് ടേക്കിംഗ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റീഡ് ലെക്ചർ ആയാലും സമ്മറി സ്പോക്കൺ ടെസ്റ്റ് ആയാലും നോട്ട് ടേക്കർ, അണ്ടർസ്റ്റാൻഡ്, നോട്ട് ഡൗൺ കീവേഡ്സ് ആസ് പോസിബിൾ. ഓക്കെ, 65 വേർഡ്സ് മേലയിൽ നമ്മൾ എഴുതിയിരിക്കണം. സി, ഇപ്പം നമ്മൾ ലിസണിംഗിൽ വരുമ്പോഴത്തേക്കും സമ്മറി സ്പോക്കൺ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈം. ബാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ നമുക്ക് ടോട്ടൽ ടൈം ആണ് സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ടോട്ടൽ ടൈം ഒരു 18 to 28 minutes ഉള്ള ഒരു ടൈം ആയിരിക്കും അവർ തരുന്നത്. ആ ടൈമിനുള്ളിൽ നമ്മൾ ബാക്കി 7 ക്വസ്റ്റ്യനും തീർക്കണം. സോ അതൊരു വലിയ ടാസ്ക് ആണ്. ടൈം മാനേജ്മെന്റ് അവിടെ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ സമ്മറി സ്പോക്കൺ ടെക്സ്റ്റ് തീരുമ്പോൾ തന്നെ നമുക്ക് ഒരു ടോട്ടൽ ടൈം ആയിരിക്കും സ്ക്രീനിൽ കാണുന്നത്. ആ ടോട്ടൽ ടൈമിനുള്ളിൽ നമ്മൾ 7 ക്വസ്റ്റ്യൻ തീർക്കണം. നമുക്കറിയാം ലിസണിങ്ങില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒരു 4 ക്വസ്റ്റ്യൻ ആണ്. സമ്മറി സ്പോക്കൺ ടെക്സ്റ്റ്, listening, fill in the blanks, highlight incorrect words, write from dictation. ഈ 4 ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ബാക്കി ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, മോസ്റ്റ് ഇമ്പോർട്ടന്റ് അതാണ്. സോ സ്പെൻഡ് മോർ ടൈം ഫോർ ദാറ്റ്. ബാക്കി വരുന്ന ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ നമുക്കെല്ലാം അറിയാം. ലിസ്ണിംഗിൽ ഓഡിയോ കേട്ടിട്ടായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. സോ ലിസ്ണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഓഡിയോ കേൾക്കത്തുള്ളൂ. ലിസൺ പ്രോപ്പർലി. ആൻഡ് ഓഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആൻസർ ചൂസ് ചെയ്ത് വെക്കുക. ഓഡിയോ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം എടുത്ത് ആൻസർ ചൂസ് ചെയ്യാൻ സമയം എടുക്കരുത്. ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആൻസർ ഒന്ന് ചൂസ് ചെയ്ത് വെക്കുക. ഓക്കെ, this is about the multiple choice. I will show you now.
സി ഇവിടം തൊട്ട് ഇവിടം വരെ ടോട്ടൽ ടൈമാണ്. സി മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ആൻസർ ചൂസ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു ഓഡിയോ പ്ലേ ചെയ്യുവാണ്. ഓക്കെ, വാട്ട് കാസസ് സുനാമി? സുനാമി എന്തൊക്കെ കാരണം? മൾട്ടിപ്പിൾ ആൻസർ ആണ്, ഒന്നല്ല 2 ആൻസർ ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. മേക്ക് ഷുവർ. The term tidal wave is often inaccurately used for a tsunami. Tsunamis have nothing to do with the action of tides. A more accurate term is seismic sea wave. There has to be a disturbance of the Earth's crust to produce a tsunami. Large earthquakes with epicenters under or near the ocean are the cause of most tsunamis. Volcanic eruptions and undersea landslides are also responsible, but unless accompanied by movements of the ocean floor, their effects are usually localized. സോ സി ഇപ്പം ഇത് രണ്ടാണ് നമുക്ക് തോന്നിയ വിഷയം. ഞാൻ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആൻസർ ചൂസ് ചെയ്ത് വെക്കും. ഇതുപോലെ ഓഡിയോ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യുമ്പോൾ ഓഡിയോ നിൽക്കത്തില്ല. ഓഡിയോ വിൽ ബി ലിസണിങ്. വൺസ് ഓഡിയോ തീർന്നു കഴിയുമ്പോൾ തന്നെ ഈ ആൻസർ ചൂസ് ചെയ്തിട്ട് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ യു ക്യാൻ സേവ് യുവർ ടൈം. അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല. നമുക്കറിയാം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ആൻസറേ അറിയത്തുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് 1 and move on. If you're sure of the 2 answers, just click 2 and move on. Like when listening to the audio itself, choose the answer. Not after that, so that you can most of your time here. 1 or 2 questions will be asked, negative marking on it, so make sure don't spend too much time. Next comes to listening fill the blanks. Listening fill the blanks is like നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് കാണും, ഇടയ്ക്കിടയ്ക്കത്തെ ബ്ലാങ്ക്സ് മിസ്ഡ് ഔട്ട് ആണ്. ഇപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇവിടുത്തെ കറക്റ്റ് ഏത് വേർഡാണ് വരുന്നത് ആ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. First it was pets, then fish. Now it's poultry and pigs. The list of animals allowed to feed on insects is growing. A new EU law authorizing the use of insect protein in poultry and pig feed came into force earlier this month, a significant milestone for an industry keen to worm its way into the animal feed business. Since a ban on processed animal protein was imposed in 2001 in the wake of the mad cow crisis, soy and fish meal have become the bedrock of animal feed in Europe. സോ സേ നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുമ്പോൾ ദൂരം കൂടുതലുണ്ട്. അപ്പൊ നമ്മളിത് ടൈപ്പ് ചെയ്യാം. ഇൻ കേസ് ഇപ്പൊ ഒരു ബ്ലാങ്ക് അടുത്തടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ എക്സാമിന് നോട്ട് പാഡ് കിട്ടുമല്ലോ, ആ സമയത്ത് നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് സ്ക്രീനിലായിരിക്കണം. ബിക്കോസ് നമ്മൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ബ്ലാങ്ക് ചിലപ്പോൾ പറഞ്ഞു. സോ നിങ്ങളുടെ കൈ മാത്രം ആൻസേഴ്സ് എഴുതിയാൽ മതി. കണ്ണ് സ്ക്രീൻ വേണം. ബിക്കോസ് ചിലപ്പോൾ അത് മതി ഒരു ബ്ലാങ്ക് ഒന്ന് മിസ്സാവാൻ വേണ്ടി. സോ നമ്മൾ ഓരോ ബ്ലാങ്ക് വരുമ്പോഴത്തേക്കും നോക്കി ഇരുന്നിട്ട് കറക്റ്റ് ആൻസേഴ്സ് എഴുതിയെടുക്കണം. ഒരുപാട് ദൂരം ഉള്ളതാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യാം. പിന്നെ ഓഡിയോ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം എടുത്ത് ടൈപ്പ് ചെയ്ത് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് ആലോചിച്ചിരിക്കല്ലേ, ബിക്കോസ് ടൈം കുറവാണ്. സോ വൺസ് യു ആർ ഡൺ, ക്ലിക്ക് നെക്സ്റ്റ് ആൻഡ് മൂവ് ഓൺ. മേക്ക് ഷുവർ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് ഒരു മാർക്കാണ്. സ്പെല്ലിംഗ് തെറ്റിയാൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. പാർഷ്യൽ ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ ഫുൾ മാർക്സ് കിട്ടില്ല. ഓക്കെ, ആൻഡ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ ലെറ്റർ ഒരു ബ്ലാങ്ക് ആണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാനും മറക്കരുത്. പ്രോപ്പർ നൗൺ ആണെങ്കിൽ ക്യാപിറ്റൽ, ഒരു ഓസ്ട്രേലിയ ഒരു കൺട്രിയുടെ പേര് അല്ലെങ്കിൽ ബിഗ് ഡേസിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യണം. ED വേർഡ്സ് യെസ് ആണ് കൂടുതലായിട്ട് ആൾക്കാർ മിസ് ചെയ്യുന്നത്. സോ ലിസൺ കെയർഫുള്ളി. ഓക്കെ, 2 to 3 questions ഇങ്ങനെ ലിസ്ണിംഗ് ടു ദ ബ്ലാങ്ക്സിന് കിട്ടും. നെക്സ്റ്റ് ഇസ് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി. ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി ഇസ് ലൈക്ക് നമുക്ക് ഓഡിയോ കേൾക്കും ആൻഡ് 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓഡിയോയിൽ കേൾക്കുന്ന ഏത് ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത് അത് ഒരു കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ഒരു കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അറിയാമെങ്കിൽ ചൂസ് ചെയ്യുക, അറിയത്തില്ലെങ്കിൽ ചൂസ് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് കംസ് ടു മൾട്ടിപ്പിൾ ചോയ്സ്. സിംഗിൾ ആൻസർ. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോ കേൾക്കുക, ക്വസ്റ്റ്യനെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഏത് ഓപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വാട്ട് കമന്റ്സ് ആർ മെയ്ഡ് അവർ സ്റ്റുഡൻസ് ഇൻ ദ തിയേറ്റർ സ്റ്റഡീസ്. സിംഗിൾ ആൻസർ അല്ലേ, ഒരേ ഒരു ആൻസർ ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ തന്നെ ചൂസ് ചെയ്ത് റെഡി ആയിട്ട് വെക്കുക. ഓഡിയോ തീർന്നു, നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 1 or 2 questions will be asked. Next is your select missing word. Select missing word is like നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കും, ലാസ്റ്റിൽ വരുമ്പോഴത്തേക്കും ആ സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ആ സെന്റൻസിലൂടെ ഈ വേർഡ് വന്നാൽ അത് കറക്റ്റ് ഫുൾ ആവത്തുള്ളൂ. അപ്പൊ അതിന്റെ വേർഡിന്റെ ഏത് വേർഡാണോ അല്ല ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഏത് ഓപ്ഷനിൽ ഏത് വേർഡാണോ അത് സൂട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യണം.
അപ്പൊ ടോപ്പിക് നന്നായിട്ട് ലിസൺ ചെയ്യണം. ടോപ്പിക് റിലേറ്റഡ് വേർഡ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് സെന്റൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ആ സെന്റൻസ് നല്ലതായിട്ട് ശ്രദ്ധിച്ച് വരുമ്പോൾ ഈ വേർഡ് ആയിരിക്കും പ്രോപ്പർ ആയിട്ട് അതിന് മാച്ച് ആവുന്നത്. സോ ദാറ്റ് ഇസ് എ സെലക്ട് മിസ്സിംഗ് വേർഡ്. ഈ നമുക്ക് ആ വേർഡ് കേൾക്കുന്നത് നമുക്ക് പോലെ ഒരു ബീപ്പ് ആയിരിക്കും കേൾക്കുന്നത്. ആ ബീപ്പിൽ ഈ ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത് നമ്മൾ ചൂസ് ചെയ്യുക. ഇതിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അത് നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആൻസർ ചൂസ് ചെയ്ത് വെക്കുക. വൺ ആൻസർ വിൽ ബി ദ റൈറ്റ്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് 1 or 2 ക്വസ്റ്റ്യൻസ് കേൾക്കും. ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ചൂസ് ചെയ്ത് ചെസ്. നെക്സ്റ്റ് കംസ് ടു ഹൈലൈറ്റ് ഇൻകറക്റ്റ് സമ്മറി ഇൻ വേർഡ്സ്. ഒന്നുമില്ല, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, ഓഡിയോ കേൾക്കും. ഇതില് വേർഡ്സ് മിസ്കറക്റ്റ് ചെയ്യും. Like in the sense, when I even തൊട്ട് കേൾക്കാം. So once I do, you will get know. When I got into a cage with a Komodo dragon almost 10 years ago for a story, I had no idea ഇപ്പൊ കേട്ടില്ലേ, ഡേഞ്ചറസ് ആണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. അവര് പറഞ്ഞത് വേറെ വേർഡ് ആണ്. അതേപോലെ Journal of Anatomy reveals that the world's largest living lizard has a remarkable space frame skull. Space frame refers to a light, rigid structure with സ്പേസ് ഫ്രെയിം റെഫേഴ്സ് എന്നാ പറയുന്നത്. പക്ഷെ എന്താണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്? സജസ്റ്റ്. ഓക്കെ, strengths is the key. The researchers employed a technique called finite element analysis. ഇവിടെ പറയുന്നത് റീസർച്ചേഴ്സ് ആണ്. നമുക്ക് സിറ്റിസൺസ് എന്നാ കിടക്കുന്നത്. Let them reverse engineer the Komodo to study the mechanical forces that the skull is subject to. As opposed to, say, an alligator, the dragon has a pretty wimpy bite. So rather than clamp down on its victims, it yanks off chunks of meat, a move powered by incredibly strong neck muscles, and made possible by that space frame skull able to handle the huge forces involved. Our March 1999 article on Komodos is available at siamdigital.com. സോ ഇപ്പം 4 ആൻസേഴ്സും കറക്റ്റ് ആണ്. സോ ഇതാണ് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് തന്ന ട്രാൻസ്ക്രിപ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേർഡ്സ് തെറ്റായിരിക്കും. ആ ഏത് വേർഡ് ആണോ തെറ്റുന്നത് ആ വേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ക്വസ്റ്റ്യനുമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിന്റെ മാർക്ക് പോകുന്നത് റീഡിങ്ങിലോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ബാക്കിയൊന്ന് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് മാർക്കൊക്കെ ലിസണിങ്ങിന് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ മാർക്ക് റീഡിങ്. ഇപ്പൊ നമ്മൾ റീഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ഏത് ഇൻകറക്റ്റ് വേർഡാണ്. ബിക്കോസ് ഇപ്പൊ ഇവിടെ സ്പേസ് ഫ്രെയിം റെഫേഴ്സ് എന്നാണ് നമുക്ക് ഓഡിയോയിൽ കേട്ടത്. പക്ഷെ നമുക്ക് തന്നേക്കുന്ന ട്രാൻസ്ക്രിപ്റ്റിൽ എന്താണ്? സജസ്റ്റ് ആണ്. അപ്പൊ അത് തെറ്റല്ലേ? സോ അങ്ങനെ ഇൻകറക്റ്റ് വേർഡ്സ് 4-5 ഒരു പാരഗ്രാഫിനകത്ത് കാണും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ദിസ് ഹാവ് ദ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. സോ 2 or 3 ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ ചുമ്മാ അങ്ങോട്ട് എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടെ. ബിക്കോസ് നമ്മളിപ്പം 5 ആൻസർ കറക്റ്റ് കൊടുത്ത് ഒരു തെറ്റ് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൺലി 4 മാർക്സ്. ബിക്കോസ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട്. Okay, last but not the least is your right from dictation. Most important question, 3 or 4 questions exam. What is right from dictation? Similar to your repeat sentence പോലെ സ്പീക്കിംഗിൽ നമുക്ക് ഒരു സെന്റൻസ് കേൾക്കും, അവിടെ അത് പറയുമല്ലേ. ഇവിടെ നമുക്ക് സെന്റൻസ് കേൾക്കും, ആ സെന്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്തിടുവാണ്. ചിലപ്പം ആ സെന്റൻസ് ഒരു 10 words or 12 words ഉള്ള സെന്റൻസ് ആയിരിക്കും. കേൾക്കുന്ന സെന്റൻസിനെ ടൈപ്പ് ചെയ്യുക. ആൻഡ് ഇതിൽ ഒരു പോസിറ്റീവ് നോക്കുവാണെങ്കിൽ യു ക്യാൻ ആഡ് എക്സ്ട്രാ വേർഡ്സ്, സ്പെല്ലിങ്സ് ഒക്കെ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ കേട്ടത് സ്റ്റുഡൻറ് ആണോ സ്റ്റുഡൻസ് ആണോ 2 ടൈപ്പ് ചെയ്തിടാം. സ്പെല്ലിംഗ് SE വരുമോ ZE വരുമോ 2 ടൈപ്പ് ചെയ്തിടാം. ദെൻ ഓരോ കറക്റ്റ് വേർഡ് നമുക്ക് ഓരോ മാർക്ക്. ഇപ്പൊ 10 വേർഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ 10 മാർക്കാണ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ വന്നു. 30 മാർക്ക് ലിസണിങ്ങിലോട്ട് പോവും, 30 മാർക്ക് റൈറ്റിങ്ങിലോട്ടും പോകുന്നുണ്ട്. ബിക്കോസ് നമ്മളുടെ ടൈപ്പ് ചെയ്യുന്നതിന് എല്ലാത്തിനും റൈറ്റിങ്ങിലോട്ടാണ് മാർക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് ചെയ്യാം. You will get a notepad. നിങ്ങൾക്ക് അവിടെ എഴുതിയെടുക്കാം. We employ an expert to advise on the new technology. ഇപ്പം ഇതിന്റെ ഞാൻ ഷോർട്ട് എല്ലാത്തിന്റെയും കേട്ട എല്ലാ വേർഡിന്റെയും ഇനീഷ്യൽസ് ആണ് എഴുതി വെച്ചേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നത്? W പറഞ്ഞത് V എന്നാണ്. സോ V. ഓക്കെ, ഈ എന്താ എഴുതിയേക്കുന്നത്? എംപ്ലോയ്. We employ an expert to advise on the new technology. സോ എല്ലാത്തിന്റെ സ്റ്റാർട്ടിംഗ് വേർഡ് ആണ് we employ an expert. T for 2, A for adviceന്റെ സ്പെല്ലിംഗ് എനിക്ക് CE ആണോ അല്ലെങ്കിൽ SE ആണോ? On the, N for new, T for technology. Full stop. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാം. ഇത് നിർബന്ധമല്ല. അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ എങ്ങനെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യും, ലാസ്റ്റ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. സമ്മറ്റ്. ഓക്കെ, സി. We employ an expert to advise on the new technology. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
Okay, 3-4 questions വരും. You can add extra words, no problem. No negative marking. And most important, and at least ഇത് ഈ ക്വസ്റ്റൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 മിനിറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കാണാം. എന്നാലും സാവധാനത്തോടെ നമുക്ക് അതോടെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലീസ്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയം കളയാതെ അതൊക്കെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്തിട്ട് ബാക്കി ഈ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ടൈം ഒരു മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അതുപോലെ ഇപ്പൊ ഞാൻ എഴുതിയ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ഇതിനകത്ത് എഴുതാം, കുറച്ച് വേർഡ്സ് പേപ്പറിൽ എഴുതാം. പക്ഷെ ഒരുപാട് സമയം എഴുതി കളയും, പേപ്പറിലൊക്കെ എഴുതി കളയാതെ. ബിക്കോസ് ഇത് നിങ്ങൾ ആൻസർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടത്തില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അവർക്ക് ലാസ്റ്റ് ക്വസ്റ്റൻ ഒക്കെ സമയം കിട്ടാതെ ചെയ്യാതെ വന്നിട്ട് അവർക്ക് സ്കോർ കിട്ടാതെ ആയി പോയിട്ടുണ്ട്. സോ അതിനാ പറയുന്നത് അധികം ഒരുപാട് പേപ്പറിൽ എഴുതി പിന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം, പിന്നെ പ്രൂഫ് റീഡ്. സ്പെല്ലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കറക്റ്റ് സ്പെല്ലിങ്ങിന് 1 മാർക്കാണ്. സ്പെല്ലിംഗ് തെറ്റിയാൽ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, എല്ലാ വേർഡ്സ് കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് ദ സ്പെല്ലിംഗ് യു ക്യാൻ ആഡ് എക്സ്ട്രാ വേർഡ്സ്. യു ക്യാൻ ട്രൈ. ബിക്കോസ് നെഗറ്റീവ് മാർക്ക് ഒരുപാട് എക്സ്ട്രാ വേർഡ്സ് എഴുതല്ല. ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ വേർഡ് കൺഫ്യൂഷൻ ഉണ്ട്, ആ വേർഡ്. ആൻഡ് ചിലർ എക്സ്ട്രാ വേർഡ്സ് എഴുതാൻ പറ്റും, ഒരുപാട് ഇസ്, ദാറ്റ്, ബൈ, ഫ്രം, ഫോർ എല്ലാം എഴുതി വെക്കും. ഡോണ്ട് ഡു ദാറ്റ്. Fine. So, ഇതാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് അങ്ങനെ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ്. So thank you so much for watching this video. Hope this video will be very helpful. If you're a beginner and if you want to prepare for PT, this is very much enough to prepare for your course. And I've done every video. Speaking തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, റീഡിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്, ലിസണിംഗ്. In recent like I'm taking a webinar on every Thursday 8 p.m. If you want to join that, you can join. You can just contact us. Adinathu important topics cover cheyyunnundu. I'll be doing more and more videos on those topics. Keep watching, keep supporting. Do provide your valuable comments. Next video, I'll be doing it very soon. Till then, see you and bye.